നമസ്കാരം മക്കളെ, ഇത് ചിക്കൻ ബിരിയാണി. നമ്മൾ പല രീതിയിലും ചിക്കൻ ബിരിയാണി തയ്യാറാക്കാറുണ്ട്. ഇതൊരു പ്രത്യേകത ഉള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് മക്കളെ. ആദ്യമായിട്ട് പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായ അളവുകളൊക്കെ പറഞ്ഞാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈസ് ഇച്ചിരി വലുതാണ് കേട്ടോ, ബസുമതി റൈസാണ്, അതുകൊണ്ടാണ് വലിയ ചോറായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കും അറിയാൻ പാടില്ലാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഈ ചിക്കൻ തയ്യാറായി. ഈ ചിക്കൻ ഇതിനകത്ത് സ്പെഷ്യലാണ് മക്കളെ. ഇതേ രീതിയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാൽ എല്ലാവരും, ചിക്കൻ കഴിക്കാത്തവരും ബിരിയാണി കഴിക്കാത്തവരും ഒക്കെ കഴിക്കും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ്റെ മാംസമല്ല, എല്ലാം ഉണ്ടെങ്കിലും കൂടുതലും മാംസം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്തത് നമ്മൾ നന്നായിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെള്ളം മൊത്തം കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കി വെക്കണം. അതിനകത്ത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി അതിനായിട്ട് തുള്ളി വെള്ളം പോലുമില്ല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നാരങ്ങ നീര്, 1 നാരങ്ങയുടെ നീര്, ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ മക്കളെ. ഇതിനി നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ച്, കണ്ടില്ലേ വെള്ളം ഒട്ടും വരുന്നില്ല കേട്ടോ, നന്നായിട്ട് വെള്ളം വാർന്നു പോയിട്ടുണ്ട്. പിന്നെങ്കിലും ഇതിനകത്ത് ചിക്കനകത്ത് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് വേകുമ്പം വെള്ളം ഇറങ്ങി വരുമല്ലോ. എങ്കിൽ പോലും ഇപ്പം നല്ല തുള്ളി വെള്ളം പോലും ഇല്ല. നമ്മളിതിൻ്റെ മസാലക്കൂട്ടല്ലേ എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇത് പുരട്ടി തേച്ച് നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇതേ രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് തത്തിപ്പൊത്തി ഒരു അരമണിക്കൂർ നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതിനകത്ത് മസാലകളെല്ലാം പിടിച്ച നാരങ്ങയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ഒരു ടേസ്റ്റും ഇത് വേവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് തത്തിപ്പൊത്തി ഇവിടെ മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ചോറ് റെഡിയാക്കാം. അതിനായിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് ഇതിനകത്ത് 3/4 കുക്കറോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനൊരു 3/4 കിലോ അരിയുമാണ് ഇതിന് ഉപയോഗിക്കുന്നതിനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഉപ്പും ചേർത്ത് എണ്ണയൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് വേണം നമ്മൾ അരിയിടാൻ. പിന്നെ അരി ഞാൻ കുതിർത്ത് വെക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആദ്യം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ചോറ് ഒട്ടി പിടിക്കാതിരിക്കാനും ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഫ്ലേവറിനൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാനൊരു 1 ടീസ്പൂൺ കണക്കാക്കിയാണ്, 1.5 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് നമ്മൾ പിന്നെ കുരുമുളക്, ഒരു ബേ ലീഫ്, പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ തക്കോലം, അതുപോലെ തന്നെ ഏലയ്ക്ക, ഒരു 5-6 ഏലയ്ക്ക നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ആ കഴുകി അരി നേരിട്ടങ്ങ് ഇട്ടുകൊടുക്കും. നമ്മൾ അരി കുതിർക്കുന്നില്ല കേട്ടോ, കുതിർക്കാതെ തന്നെ ഇത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വിസിൽ ഇങ്ങനെ നമ്മൾ കേൾക്കുമല്ലോ, ലാസ്റ്റ് വിസിലടിക്കാൻ നേരത്തിന് മുമ്പേ ഒന്ന് ചീന്ന് ശബ്ദം കേൾക്കുമല്ലോ, ആ സമയത്ത് നമ്മളിതങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യണം. നമ്മൾ വിസിലടിക്കാൻ അനുവദിക്കരുത്. ഇങ്ങനെ നമ്മൾ വെയിറ്റും വെച്ച് വിസിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പൊക്കി നോക്കുമ്പോൾ ഷൂ എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കുമല്ലോ. ആ സമയത്ത് തന്നെ വിസിലടിക്കുന്നതിന് മുമ്പേ നമ്മളിത് ഇറക്കി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനായിട്ട് നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് ഒരു 10-20 ചെറിയ പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത്. നമ്മളിനിയും കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് അരി അവിടെ നിന്ന് വേവട്ടെ. നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ വെച്ചിട്ട് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമ്മൾ കുറച്ച് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിക്കകത്ത് ചേർക്കാനാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ വേസ്റ്റ് ആവില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ മൂപ്പിച്ച് 2 ട്രിപ്പായിട്ട് ഞാനിത് നന്നായിട്ട് മൂപ്പിച്ച് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് കോരിയെടുത്തു, അങ്ങനെ 2ാമത്തെ ട്രിപ്പ് നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ 1/2 ടീസ്പൂൺ കടുകിട്ട് 5-6 ഏലക്കായി വിട്ട് ഗ്രാമ്പു, തക്കോലം, ഏലയ്ക്ക, അതുപോലെ പട്ട, ഇതെല്ലാം ചേർക്കുന്നുണ്ട് ഇതിനകത്തും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചേർത്ത് ഇതൊന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ. ഈ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റാണിത്. ഇത് നന്നായിട്ട് ഒരു 3/4 ഭാഗം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മളിതിലേക്ക് ഒരു 200 ഗ്രാമോളം ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ മൂത്ത് വേവണം, ക്രിസ്പി ആവരുത് കേട്ടോ. മൂത്ത് വെന്ത് പകുതി മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരു 3 വലിയ സവാളയാണ് ഞാനിതിൽ ചേർക്കുന്നത്, കണ്ടില്ലേ. അത് നല്ല സ്ലൈസായിട്ട് അരിയണം. ഇതേ രീതിയിൽ സ്ലൈസായിട്ട് അരിഞ്ഞെങ്കിൽ നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർത്തിൻ്റെ എണ്ണയെല്ലാം ഇതിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ സവാളയെല്ലാം കൂട്ടിപ്പരട്ടി ഇളക്കുന്നുണ്ട് കേട്ടോ. കൂട്ടിപ്പരട്ടി ഇളക്കി എണ്ണയെല്ലാം ഇതിനകത്ത് പിടിക്കുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. അത് നമ്മൾ പട്ട അങ്ങ് എടുത്ത് മാറ്റണം കേട്ടോ. കറിയൊക്കെ ആയി കഴിയുമ്പം നമ്മൾ അതിൻ്റെ
എന്നിട്ടിത് തത്തിപ്പൊത്തി വെച്ച് നമ്മളൊന്ന് ആവിക്കകത്തൊന്ന് വേവിക്കുന്നുണ്ട്. ആ എണ്ണയ്ക്കകത്തും ആവിക്കകത്ത് നമ്മളൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അരി താണ്ട് ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ, ആവിയെല്ലാം പോയി വെന്തു കണ്ടില്ലേ, എങ്ങും ഒട്ടലും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ. ദാ നമ്മൾ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ചിലപ്പം മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട്, നമ്മളങ്ങനെ ചേർക്കുന്നില്ല. ഞാനിതിങ്ങനെ കോരി എടുത്താണ് കണ്ടില്ലേ, ഒന്നി തൊടാതെ കിടക്കുന്ന ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ആവിയെല്ലാം അകത്ത് നമ്മുടെ സവാള കണ്ട വെന്തിട്ടുണ്ട്, കരിഞ്ഞിട്ടും ഒന്നുമില്ല കണ്ടില്ലേ. ഇതേ രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നമ്മൾ വഴറ്റി കുഴച്ച് കുറേ നേരം സമയം എടുക്കുന്നതിന് നല്ലത് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് സോഫ്റ്റായിട്ടൊന്ന് ആ എണ്ണയ്ക്കകത്തുള്ളൊന്ന് വെന്തും കിട്ടും. നമ്മൾ കറിക്കാവുമ്പം നമ്മളിതൊന്ന് കരിഞ്ഞു പോവുകയും ചെയ്യത്തില്ലല്ലോ, കരിഞ്ഞും പോകരുതല്ലോ, നന്നായിട്ട് മൂത്ത് വേവുകയും ചെയ്യാവുള്ളൂ. ഈ സമയത്ത് നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞു. അങ്ങനെ നമ്മളിതിലേക്ക് മസാലപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കണക്കാക്കി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം, എരിവും ഒക്കെ അനുസരിച്ച്. പിന്നെ 1 ടീസ്പൂൺ കണക്കാക്കി തന്നെ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയാണ്, കാരണം നമ്മൾ ഗരം മസാലയുടെയൊക്കെ കൂട്ടൊക്കെ ചേർത്തുകൊണ്ട് ഗരം മസാല ചേർക്കണ്ട, പൊടി ചേർക്കണ്ട. അപ്പോൾ ഈ പൊടിയെല്ലാം കൂടെ നമ്മുടെ ഈ സവാളയ്ക്കകത്തുള്ള എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂക്കണം കേട്ടോ. അപ്പോൾ സവാളയ്ക്കകത്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് ഇതിൻ്റെ വെള്ളമെല്ലാം തോർന്നൊക്കെ വന്നതാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് അങ്ങ് മൂത്ത് മൊരിയണം, നമ്മുടെ മസാലകൾ മൂത്ത് നല്ല മണം വരണം. നല്ല മണം വന്ന് നമ്മൾ മൂത്ത് ഒന്ന് കൂട്ടി വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സോഫ്റ്റായി എല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. അങ്ങനെ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനിയും കണ്ടില്ലേ, നമ്മുടെ ചട്ടിക്കകത്ത് നമ്മൾ ഫ്രൈ പാനിനകത്ത് ചെയ്യുന്ന പോലെ തന്നെയാണ്, ഈ ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ്, ഇതിനകത്തും ചെയ്യാൻ പറ്റുന്ന കരിയത്തും അടുക്കി പിടിക്കത്തും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചിക്കി ഇളക്കി നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് മസാലകളൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമ്മളിത് നിരത്തി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഇതിൻ്റെ പുറത്താണ് ഇട്ട് കൊടുക്കുന്നത്, നമ്മുടെ ഈ മസാലക്കൂട്ടിൻ്റെ പുറത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ചിക്കനകത്ത് വെള്ളമില്ല, ഒട്ടും വെള്ളമില്ല എന്ന്. അപ്പം അഥവാ വെള്ളമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ നമ്മുടെ അടുക്കി പിടിക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സവാള കൂട്ടും നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഈ ചിക്കൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് തത്തിപ്പൊത്തി നമ്മൾ വെച്ച് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട്. ആ സമയത്ത് വെള്ളം ഇറങ്ങി വരുവാണെങ്കിൽ വരട്ടെ, മിക്കവാറും വെള്ളം ഇറങ്ങി വരില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തത്തിപ്പൊത്തി വെച്ചിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം, തത്തിപ്പൊത്തി വെച്ചതിന് ശേഷം. ഇതേ രീതിയിൽ കണ്ടില്ലേ, 1 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, വെള്ളമൊന്നും വന്നിട്ടില്ല. ഇനി നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം വീഴാത്ത രീതിയിൽ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചട്ടിയുടെ ഇടയ്ക്ക് വന്ന് കിടക്കുമല്ലോ, ആ വെള്ളം നിന്ന് തിളച്ച് ആവി കയറി മേളോട്ട് വന്ന് ചിക്കനും വേകും. അതിനാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചിക്കനകത്ത് ടച്ച് ചെയ്യുകയോ ചെയ്യരുത്, അടിക്ക് കിടന്ന് ആ വെള്ളം കിടന്ന് തിളച്ച് ആവി വന്ന് മേളോട്ട് വന്ന് ഈ ചിക്കൻ വേകാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ചിക്കൻ വറുത്ത് കറി വെച്ചതുപോലെ ഇരിക്കും കേട്ടോ. വറക്കാതെ തന്നെ നമ്മൾ എണ്ണ അധികം ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ, വീണ്ടും നമ്മൾ നോക്കിയപ്പം വെള്ളമൊന്നും വന്നിട്ടില്ല, ആ വെള്ളം തന്നെ ആവി കയറി മേളോട്ട് നമ്മളെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുവാണ് കേട്ടോ. അടിക്ക് പിടിച്ചോന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കുന്നത്. നമ്മൾ തവി കൊണ്ട് ഇളക്കാതെ തന്നെ ഒരു കമ്പി തവി വെച്ച് നമ്മളൊന്ന് കുത്തി ഇളക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കും. അങ്ങനെ അടച്ചു വെച്ച് ഇത് വേവിക്കാൻ വേണ്ടിയാണ്. കണ്ടില്ലേ, ആവിക്കകത്ത് വെന്തു. ഇനി നമ്മൾ ഇളക്കി നോക്കുവാണ്, ഒട്ടും അടുക്കി പിടിച്ചിട്ടുമില്ല, വെള്ളം ഇറങ്ങിയിട്ടുമില്ല. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അടച്ചും തുറന്നും വെച്ച് നമ്മൾ ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ വീണ്ടും ഇങ്ങനെ മസാലകളെല്ലാം ഒന്ന് കൂട്ടി പുരട്ടിയിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ കൂട്ടി പുരട്ടി മിക്സ് ചെയ്യണം, അതിന് മസാലയെല്ലാം എല്ലായിടവും പിടിക്കണ്ടേ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സൈഡിൽ കൂടെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, നടുക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ചിക്കൻ വെന്ത് വെള്ളമെല്ലാം ഇറങ്ങി വരും. നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ കണ്ടില്ലേ, സ്പേസ് ഇട്ട് കൊടുക്കാം അവിടെയൊക്കെ. കണ്ടില്ലേ, നമ്മുടെ ചിക്കനകത്തെ വെള്ളവും ഇറങ്ങി ആ വെള്ളവും ചേർന്ന് നമ്മുടെ മസാലയെല്ലാം നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ട് നമുക്കിനി അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, വെന്ത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി ഇരിക്കുന്നതോറും കുറുകി വരും. ഇനി നമുക്ക് ദം ബിരിയാണി സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബിരിയാണി ചെമ്പില്ല, അതുകൊണ്ട് ഞാൻ 3/4 കിലോ അരിയുടെ ചോറ് സെറ്റ് ചെയ്യാൻ പരുവത്തിലൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഈ മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് നെയ്യ് ചേർക്കാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർത്തുള്ളൂ. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമ്മൾ വറുത്ത് കോരിങ് എടുത്തിട്ട് നമ്മൾ ഈ ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ കറി അങ്ങ് ചേർത്ത് കൊടുക്കും. കണ്ടില്ലേ? ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. ഈ ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പുക കാണുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല പുകയ്ക്ക്. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒരു ലെയർ ചോറ് സെറ്റ് ചെയ്ത്, നമുക്ക് മഞ്ഞപ്പൊടി വേണേൽ ചോറിനകത്ത് ചേർക്കാമായിരുന്നു കേട്ടോ. നമുക്കത് ഇഷ്ടമില്ല കളറ്. പിന്നെ നെയ്യും ആവശ്യത്തിന് ചേർക്കാം. അപ്പം ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ പുറത്ത് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും മല്ലിയിലയും അതുപോലെ തന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പും എല്ലാം നിരത്തി ഇട്ട് കൊടുത്തിട്ട് ഒരു ലെയർ വീണ്ടും കൂടെ ഇട്ട് കൊടുക്കും. 2 ലെയറാണ് നമ്മളിടുന്നത്. അപ്പോൾ ഈ ചട്ടിക്കകത്ത് അത്രേ പറ്റുള്ളൂ. എന്നാലും ആ ചോറ് മൊത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാൽപാത്രം ചോറ് അധികം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വീണ്ടും 2ാമത്തെ ലെയറും സെറ്റ് ചെയ്ത് കിസ്മിസും അണ്ടിപ്പരിപ്പും അതുപോലെ മല്ലിയിലയും സവാളയെല്ലാം ഇട്ട് നിരത്തി നമ്മൾ അടച്ച് വെച്ച് ഒന്ന് ഫ്ലെയിം കത്തിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ച് ആവി കയറ്റി എടുക്കുന്നു. കണ്ടില്ലേ? നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി. കണ്ടില്ലേ മക്കളെ? എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ആദ്യമായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ സ്പെഷ്യലാണ് കേട്ടോ. ചിക്കൻ നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ചിക്കൻ വറക്കാതെ തന്നെ ചിക്കൻ വറുത്ത കറി പോലെ ഇരിക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി, വറുത്ത് തയ്യാറാക്കിയിരിക്കുന്ന പോലെ. അപ്പോൾ ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു ബിരിയാണി ആണെങ്കിൽ എല്ലാവരും കഴിക്കും. ഞാൻ ഈ ബിരിയാണി ഒന്നും കഴിക്കില്ല, പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. ഞാൻ ചെയ്ത ഈ ബിരിയാണിയുടെ രീതി എനിക്കിഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കും. കണ്ടില്ലേ മക്കളെ? ഈ കാല് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയുക, എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.